ഹലോ ഗൈസ്, റിങ്കി റൂം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെങ്ങോട്ടേക്കാണെന്നല്ല, നമ്മളൊരു അമ്പലം ട്രിപ്പുമായിട്ട് ഇന്ന് വന്നത് കേട്ടോ. നമ്മൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രം പോവാണ് എല്ലാവരും കൂടെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു വീഡിയോ എല്ലാം എടുക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് വയലെല്ലാം കണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഭയങ്കര മഴയല്ലേ, അപ്പോൾ കണ്ടൊരു രസം തോന്നി. നമ്മൾ മട്ടന്നൂർ വഴിയാണ് അമ്പലത്തിലേക്ക് പോയത്. തളിപ്പറമ്പ് എന്ന് നേരെ മയ്യിലേക്ക്, മയ്യെന്ന് കുറ്റിയാട്ടൂർ, മട്ടന്നൂർ. ഇത് ശരിക്കും മുഴക്കുന്നാണ് വരുന്നത്. മുഴക്കുന്ന് അങ്ങനെ ബോർഡിൽ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ മേപ്പിട്ടിട്ടേ പോയത്. ഇത് നഞ്ചേരി പാലാണ്. വണ്ടിയിൽ നിന്ന് ഓരോന്നെല്ലാം പറയുമ്പോൾ റുവാൻ നല്ല ഉറക്കമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ റുവാൻ ഉറങ്ങൂല എന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കുന്ന റുവാൻ. നമ്മൾ പറയുമ്പോൾ എന്തോ എന്നും പറഞ്ഞ് കേൾക്കുന്ന അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ അനിയനുണ്ട്, പിന്നെ നമ്മൾ റുവാൻ. ഇത് കുറ്റിയാട്ടൂർ ഭാഗത്തുള്ള ഒരു റോഡാണ്. ശരിക്കും സ്ഥലമൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. ഞാൻ മാപ്പിട്ടിട്ടേ പോയത്. നമ്മളെങ്ങനെയല്ലോ അവിടെ എത്തി അവിടെ ഒരു കുളമുണ്ട്. ചെറിയൊരു കുളമാണ് കേട്ടോ, വലിയ കുളമൊന്നുമല്ല. നല്ല വഴുക്കുണ്ടേനും. അവിടെ പിടിച്ചിറങ്ങി കാലെല്ലാം കഴുകി നമ്മൾ മേലേക്ക് പോക്കായി. ഉച്ച സമയത്ത് നമ്മൾ എത്തിയത്. 1 മണിക്കാവുമ്പോൾ നാട്ടിൽ അടക്കും. അതുകൊണ്ട് വേഗം അവിടെ നിന്ന് കാലെല്ലാം കഴുകി അമ്പലത്തിലേക്ക് കയറലായി. അമ്പലത്തിൽ ഷർട്ട് ഇടാൻ വേണ്ടി പറ്റില്ല. ഇവിടെയെല്ലാം ഇടാൻ വേണ്ടി പറ്റും, പക്ഷേങ്കിൽ ആ കാണുന്നതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഷർട്ട് ഇടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ട്രൗസർ ഇട്ടിട്ട് കയറാൻ വേണ്ടി പറ്റില്ല. പാൻ്റ് ഇടാം, മുണ്ടിടാം. അത് നമ്മൾ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുറത്ത് കഴിഞ്ഞേരം ഞാൻ എടുത്ത വീഡിയോ ആയത്. ആ കണ്ടത് വിദ്യാരംഭത്തിൻ്റെ മണ്ഡപമോ അങ്ങനെ എന്തോ ആണ്. പിന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടുന്നിടത്ത് നിന്നെല്ലാം ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിന്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നാഗസ്ഥാനുണ്ട്, പിന്നെ വേറെ രണ്ട് ആൾക്കാരും ഉണ്ട് കേട്ടോ, മറന്നുപോയി. അങ്ങനെ നമ്മളങ്ങനെ പോയി അവിടെയെല്ലാം പ്രാർത്ഥിച്ച്. നല്ല കാട്ടിൻ്റെ ഉള്ളിൽ പോലെ തോന്നി. ഇതെല്ലാം അവർ വെച്ച് വളർത്തിയതാണെന്ന് തോന്നുന്നു, ഓരോ മരമെല്ലാം. നല്ല രസമുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ അങ്ങോട്ട് പോകുമ്പം ഫസ്റ്റൊന്നേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പം പ്രാർത്ഥിച്ച് തിരിച്ച് വരുമ്പോൾ ശരിക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. വീഡിയോ ഞാൻ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗം മുന്നിലായിരുന്നു. പ്രയാഗെല്ലാം മെല്ലെ നടന്ന് ബാക്കിൽ വരുന്നുണ്ട്. നമുക്കും ഇഷ്ടമായി സ്ഥലം ഭയങ്കര. കണ്ടിവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. മൂന്നാൾക്കാർ പാർത്ഥസാരഥി, കിരാതമൂർത്തി, പിന്നെ നാഗസ്ഥാൻ. ഈ 3 അവരാണ് അവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് അതിലേ തിരിച്ച് വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മഴയില്ലായിരുന്നു. അതുകൊണ്ട് നല്ല കാര്യമായി. അല്ലെങ്കിൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും. വലിയ കാര്യത്തിൽ സാരിയെല്ലാം ഇട്ട് പോയത് ഫുള്ള് മഴയാണെങ്കിൽ നനഞ്ഞിട്ടുണ്ടാവുകയാണ്. നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ കയറി വന്ന് ഇങ്ങനെ കാണാം. നല്ല രസമുള്ളൊരു അമ്പലം കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പീസ്ഫുള്ളാണ് അവിടെ. നമ്മൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അമ്മ പ്രസാദമെല്ലാം വാങ്ങി എല്ലാവർക്കും തൊട്ട് തന്ന്, എനിക്കും തൊട്ട് തന്നു, പ്രയാഗനും തൊട്ട് തന്ന്. പിന്നെ ഞാനും പ്രയാഗയുടെ നിന്ന്. ഇത് ഭക്ഷണത്തിൻ്റെ ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഉച്ച സമയമായതുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു. സാമ്പാറുണ്ടേനും, പായസം ഉണ്ടേനും, അച്ചാറുണ്ടേനും, പിന്നെ കാബേജ് വറവും. നല്ല ടേസ്റ്റ് ഉണ്ട്. പായസം എനിക്ക് ഇഷ്ടമായിട്ടില്ല, ബാക്കിയെല്ലാം ഇഷ്ടമായി. അച്ചാർ ഒരു രക്ഷയില്ല. അച്ചാർ ഭയങ്കര ടേസ്റ്റ്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ചൊവ്വാഴ്ചയാണ് പോയത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇത് റുവാനും അച്ചാച്ചനും റുവാന് ചന്ദനം വെച്ചത് കാണണം എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. ബാക്ക് സൈഡ് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴ. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് കയ്യായിരുന്ന സ്ഥലമാണ് ഇത്. ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു ഇതുമില്ല. വണ്ടിയിലെ കുടയെല്ലാം ഉള്ളത്. അതുകൊണ്ട് ആടെ അങ്ങനെ നിന്നു. ഏട്ടൻ എങ്ങനെയല്ലോ കുടയെല്ലാം എടുത്ത് വണ്ടിയെല്ലാം എടുത്തിട്ട് വന്ന്. പിന്നെ മഴയത്ത് അങ്ങ് കയറി നമ്മൾ. എന്നിട്ട് മെല്ലനെ ആടുന്ന് വിട്ടു. കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഞാനിവിടെ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. തിരിച്ച് നമ്മൾ വീട്ടിലേക്കല്ല പോയത് കേട്ടോ. അത് തിരിച്ച് നമ്മൾ ആ വഴി വരുമ്പോൾ, മട്ടന്നൂർ വഴി വരുമ്പോൾ റുവാൻ എയർപോർട്ട് കാണണം എന്നല്ല, എയ്റോപ്ലെയിൻ കാണണം എന്ന് ഭയങ്കര അവന് ഭയങ്കര ഇഷ്ടമായി എയ്റോപ്ലെയിൻ. നമ്മൾ വീട്ടിൻ്റെ അടുത്ത് നിന്നെല്ലാം ഇങ്ങനെ പോകുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ വിചാരിച്ച് ഒന്ന് അതിലേ പോകുമ്പം എയ്റോപ്ലെയിൻ കാണുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എയർപോർട്ടിലേക്ക് കയറി, കണ്ണൂർ എയർപോർട്ടിലേക്ക് കയറി. അവിടെ നിന്ന് കാണുന്നുണ്ട്, കാണിക്കാൻ. കണ്ടിട്ടില്ലെങ്കിൽ തിരിച്ചിങ്ങേക്ക് വരാമെന്ന് വിചാരിച്ചു. ചെറുങ്ങനെ ഒരു മഴയെല്ലാം ഉണ്ടായിന്. എന്തോ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ട്. ശരിക്കും
എയർപോർട്ടിൽ കയറിയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഓന് തിരിഞ്ഞത് എയ്റോപ്ലെയിൻ ഉണ്ട് ആടെ ഒരു ഇതിൻ്റെ ചിത്രം ഇങ്ങനെ എന്തോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എയ്റോപ്ലെയിൻ. അപ്പോൾ ഓൻ്റെ ഒച്ചപ്പാടാണ് ആ വീഡിയോൻ്റെ സൈഡിൽ കേട്ടത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒച്ചപ്പാടേനു. അങ്ങനെ കാണാണെങ്കിൽ കാണട്ടെ, കാണിച്ചു കൊടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇൻ്റർനാഷണലിൻ്റെ സൈഡിലേക്ക് നേരെ കയറി മേലെ കയറി ഇങ്ങനെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. മഴ അന്നേരം ഉള്ളതിനെ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാന്ന് ചോദിച്ചു. പക്ഷേ മേലെ എത്തുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല. മൃഗാനത്തിലോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന 2-3 ഗോയറും പിന്നെ ഏതോ ഒരു എയർ ഇന്ത്യ അങ്ങനെ എന്താണ്. അപ്പോൾ ആടെ ഇറങ്ങി അതെല്ലാം കാണിച്ചു കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. ഇത് എയർപോർട്ടിലേക്ക് പോകുമ്പം പിന്നെ ഓൻ കുറേ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തതാണ്. സംഭവം ഇവനെയും കൊണ്ട് ഫോണും എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എണീച്ച് നിൽക്കുക ചെയ്യുക, സീറ്റിലിരിക്കില്ല. അങ്ങനെ പിന്നെ സ്ഥലം കണ്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാണ്ട് വരാൻ തോന്നുന്നില്ല. അതുകൊണ്ട് സെറ്റ് സാരിയിൽ എയർപോർട്ടിൽ പോയിട്ടൊരു ഫോട്ടോ എടുത്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഞാനും അമ്മയും അച്ഛനും ഇടുവാനെല്ലാം നിന്ന്. നല്ല സ്ഥലവും നല്ല വെളിച്ചമുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നല്ല നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് അമ്പലത്തിൽ നിന്ന് നടന്നെല്ലാം എടുത്തൊരു ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടെന്നേ ഉള്ളൂ. ഈ അമ്പലത്തിൽ പോയിട്ടില്ല, ഒന്ന് പോയി നോക്കുക. നല്ല അമ്പലമാണ് കേട്ടോ. മാപ്പിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്താം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.